ചോട്ടാ ഭീമിനെ നമ്മളെല്ലാവരും ഒരു ഇന്നസെന്റ് ഹാപ്പി അഡ്വഞ്ചറസ് ഫീൽഡ് കിഡ്സ് കാർട്ടൂണായാണ് കാണുന്നത്. ധോലക്പൂരിൽ ഭീമും അവൻ്റെ ഫ്രണ്ട്സും ഒരു സിമ്പിൾ ലൈഫിൽ വില്ലൻസിനെ തോൽപ്പിച്ച് ജീവിക്കുന്നു. ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തു ഓൾവേസ് ഹാപ്പിയായി ജീവിക്കുന്ന ഒരു ഫീൽ ഗുഡ് വേൾഡ് ആണത്. ബട്ട് ഒരു ഡാർക്ക് ഇമാജിനേഷൻ ആംഗിളിൽ നോക്കിയാൽ ഈ സെയിം വേൾഡ് ഒരു ക്രീപ്പി ക്വസ്റ്റ്യൻ റേസ് ചെയ്യും. വാട്ട് ഇഫ് ഇതെല്ലാം റിയൽ അല്ല, ബട്ട് ഒരു ബ്രോക്കൺ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഇല്യൂഷനാണ്? ഈ തിയറിയിൽ ധോലക്പൂർ ഒരു വില്ലേജ് അല്ല, ബട്ട് ഒരു ചൈൽഡിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്ത എൻഡ്ലെസ് സേവ് സിമുലേഷനാണ്. ഭീം എന്ന ക്യാരക്ടർ ഒരു നോർമൽ ഹീറോ കിഡ് അല്ല. അവൻ്റെ റിയൽ ലൈഫിൽ ഉണ്ടായ ലോൺലിനെസ്, പെയിൻ അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അവൻ്റെ ബ്രെയിൻ ബിൽഡ് ചെയ്ത പെർഫെക്റ്റ് ഫാൻറ്റസി വേൾഡിലാണ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. ഈ ഹാപ്പി വേൾഡിൻ്റെ എവറി ഡീറ്റെയിൽ, ഫ്രണ്ട്സ്, കിങ്, വില്ലൻസ്, ഫെസ്റ്റിവൽസ്, ഈവൻ ലഡൂസ് വരെ എല്ലാം അവൻ്റെ മൈൻഡിൻ്റെ കോപ്പിംഗ് മെക്കാനിസം ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണത്. ധോലക്പൂരിൽ നടക്കുന്ന ഓരോ സംഭവവും നോക്കിയാൽ ഒരു സ്ട്രേഞ്ച് പാറ്റേൺ കാണാം. എന്ത് വലിയ ഡേഞ്ചർ വന്നാലും, എന്ത് വലിയ വില്ലൻ വന്നാലും അവസാനം ഭീം ജയിക്കും. ആരും പെർമനൻ്റ്ലി ഹേർട്ടും ആവില്ല, ആരും മറക്കില്ല, ആരും മാറിപ്പോകില്ല. റിയൽ ലൈഫിൽ ഇമ്പോസിബിൾ ആയ കാര്യങ്ങൾ ഇവിടെ നോർമലാണ്. ഈ തിയറി പ്രകാരം അതിൻ്റെ റീസൺ സിമ്പിളാണ്. ഈ വേൾഡ് റിയാലിറ്റി അല്ല, ഇത് ഭീമിൻ്റെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത കൺട്രോൾഡ് എൻവിറോൺമെൻ്റ് ആണ്. കിങ് ഇന്ദ്രവർമ്മ എപ്പോഴും ഭീമിനെ ട്രസ്റ്റ് ചെയ്യുന്നു. അവൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ചൈൽഡിന് കിട്ടാൻ ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് പ്രൊട്ടക്ഷൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ കിങ്. ചുട്കി എപ്പോഴും കെയറിങ് ആണ്, എപ്പോഴും ഭീമിൻ്റെ സൈഡിലാണ്. അത് ഇമോഷണൽ കംഫർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. രാജു ഇന്നസെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ജഗ്ഗു ഹ്യൂമറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ക്യാരക്ടേഴ്സ് എല്ലാം റിയൽ പീപ്പിൾ അല്ല, ഭീമിനെ മെൻ്റലി സ്റ്റേബിളായി നിർത്താൻ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്ത സപ്പോർട്ട് സിസ്റ്റം ആണെന്നും ഈ തിയറി പറയുന്നു. പിന്നെ വരുന്നത് കാളിയാണ്. നമ്മൾ കാണുന്നത് പോലെ അവൻ ഒരു ബുള്ളിയാണ്. പക്ഷേ ഈ തിയറിയിൽ കാളിയ ആക്ച്വലി ഭീമിൻ്റെ ഉള്ളിലെ ഫിയർ, ഇൻസെക്യൂരിറ്റി, സെൽഫ് ഡൗട്ട് എന്നിവയുടെ ഫോമാണ്. അതുകൊണ്ട് തന്നെ കാളിയ ഒരിക്കലും ഫുള്ളി ജയിക്കുന്നില്ല. കാരണം ഭീമിൻ്റെ മൈൻഡ് ഫിയറിനെ കംപ്ലീറ്റായി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓരോ എപ്പിസോഡിലും കാളിയ തോൽക്കുന്നത് ഫിയറിനെ സപ്രസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലഡൂസ് ഈ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിമ്പലാണ്. അത് വെറും സ്വീറ്റ് അല്ല. വെനെവർ ഭീം ഈറ്റ്സ് ലഡൂസ് അവൻ സ്ട്രോങ്ങർ ആവുന്നു. റിയലിസ്റ്റിക്കലി അത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഡാർക്ക് തിയറി പ്രകാരം ലഡൂസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹാപ്പിനെസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ്. അതൊരു മെൻ്റൽ റിവാർഡ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നു. ഭീം റിയാലിറ്റിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ബ്രെയിൻ അവനെ വീണ്ടും കംഫർട്ട് സോണിൽ കൊണ്ടുവരുന്നു. അതാണ് ലഡു പവർ. ഏറ്റവും ക്രീപ്പി പാർട്ട് എന്താണെന്നാൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അടുത്ത എപ്പിസോഡ് റീസെറ്റ് ആവും. ഒരു എപ്പിസോഡിൽ വില്ലേജ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയ് ആയാലും നെക്സ്റ്റ് എപ്പിസോഡിൽ എല്ലാം നോർമലാണ്. ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒരു പെർമനൻറ്റ് കോൺസിക്വൻസ് ഇല്ല. ഈ തിയറിയിൽ അത് മെമ്മറി റീസെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പെയിൻഫുൾ എക്സ്പീരിയൻസസ് സ്റ്റോർ ചെയ്യാതെ ബ്രെയിൻ അവയെ റിമൂവ് ചെയ്യുന്നു. പിന്നെ സേഫ് വേർഷൻ ഓഫ് റിയാലിറ്റി വീണ്ടും ലോഡാവും. അതുകൊണ്ട് ധോലക്പൂരിൽ ഡേയ്സ് എപ്പോഴും പുതിയതാണ്. ഇതിൻ്റെ ഫൈനൽ ട്വിസ്റ്റാണ് ഏറ്റവും ഡാർക്കായത്. ഈ തിയറി പ്രകാരം ഭീം ധോലക്പൂറിനെ സേവ് ചെയ്യുന്നില്ല, ധോലക്പൂർ ആണ് ഭീമിനെ സേവ് ചെയ്യുന്നത്. കാരണം ഈ വേൾഡ് ഇല്ലെങ്കിൽ അവൻ റിയാലിറ്റീനെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവൻ്റെ മൈൻഡ് അവനെ ഈ ഫാൻറ്റസി ലൂപ്പിൽ തന്നെ നിർത്തുന്നു. അവിടെ അവൻ ഹീറോ ആണ്, അവിടെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു, അവിടെ അവൻ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. പക്ഷേ അതിനൊരു വിലയുണ്ട്. അവൻ ഒരിക്കലും ഗ്രോ ചെയ്യുന്നില്ല, അവൻ ഒരിക്കലും റിയാലിറ്റീനെ ഫേസ് ചെയ്യുന്നില്ല, അവൻ ഒരിക്കലും ഈ വേൾഡിൽ നിന്ന് പുറത്തും പോകുന്നില്ല. അങ്ങനെ നോക്കിയാൽ ധോലക്പൂർ ഒരു മാജിക്കൽ കിങ്ഡം അല്ലേ? അതൊരു ചൈൽഡിനെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത എൻഡ്ലെസ് ഡ്രീമാണ്. ഒരു ഡ്രീം അത്ര ബ്യൂട്ടിഫുൾ ആണ്, അതിൽ നിന്ന് ഉണരാൻ അവന് തന്നെ ഭയപ്പെടുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചോട്ടാ ഭീം എന്നൊരു കാർട്ടൂൺ കാസ്റ്റ് ചെയ്ത് തന്നെ ചോട്ടാ ഭീമിൻ്റെ തന്നെ ബ്രെയിനിലും മൈൻഡിൽ നിന്നുമാണെന്ന് നമുക്ക് ഈ ഒരു തിയറി വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു ഫാൻ തിയറിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നവരെ ഇറ്റ്സ് മീ മല്ലു മിസ്റ്ററീസ് സൈനിങ് ഔട്ട്.